ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. എല്ലാം ശരിയായി വന്ന സ്ഥിതിക്ക് ഇനി നീയും ആതിരയും കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇന്നലത്തെ പോലെ വൃന്ദാവനത്തിൽ പോവാനോ അവളെ കാണാനോ ശ്രമിക്കരുത്. നമ്മുടെ ഒരു നിമിഷത്തെ തോന്നല് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കാര്യം മതി എല്ലാം തകിടം മറിയാൻ. ആദ്യം എല്ലാം ഒന്ന് ഉറപ്പിക്കട്ടെ. അതുവരെ നിങ്ങൾ രണ്ടുപേരും കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചേ പറ്റൂ. ഞാൻ നോക്കിക്കോളാം എടുത്തി. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഒരെടുത്ത് ചാട്ടവും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അത് മതി. ആ പിന്നെ സമയം കിട്ടുമ്പോ നീ ഒന്ന് അമ്പലത്തിലേക്ക് പോ. ചുളുവിനെല്ലാം നടത്തി തന്നതിന് ഈശ്വരനോട് നന്ദി പറഞ്ഞേക്കടാ. തീർച്ചയായും എടുത്തി. എടുത്തി എടുത്തി ഈ കാര്യമൊക്കെ ആതിരയോട് പറഞ്ഞായിരുന്നോ? ഇല്ല, ആതിരയോട് മാത്രമല്ല, വീട്ടിൽ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ എന്നെക്കാൾ പേടിയും ഉത്കണ്ഠയും അവൾക്കാ. ഇതറിയുമ്പോ അവൾക്ക് വലിയ സന്തോഷാവും. എടുത്തി എനിക്കൊരു ഉപകാരം ചെയ്യൂ. എന്താ? ഹലോ മോളെ. അമ്മ ഉറങ്ങിയായിരുന്നോ? ഇല്ല, അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ആതിരയ്ക്കൊന്ന് ഫോൺ കൊടുത്തമ്മേ, ഒരു കാര്യം പറയാനുണ്ട്. ആ, ഞാൻ കൊടുക്കാം. ആതിരേ, ദാ അച്ചുവാ, അവക്ക് നിന്നോട് എന്തോ പറയണോന്ന്. ചേച്ചി, ചേച്ചിയല്ല, ഞാനാ. ഇങ്ങനെ ഒരു നാടൻ കളിച്ചത്. നമ്മുടെ കാര്യം ഇവിടെ വീട്ടിൽ സമ്മതിച്ചു. സത്യാണോ? സത്യാണോ? അതെ, ഞാൻ അറിഞ്ഞപ്പോ തന്നെ വിളിച്ച് പറയാന്ന് കരുതി. എന്താ ഇപ്പൊ സന്തോഷായില്ലേ? ഇനി റിസ്ക് എടുക്കണ്ട, താൻ ഫോൺ വെച്ചോ. പിന്നെ വീട്ടിൽ വലിയൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ കാര്യം പറയാനാ അച്ഛന്റെ പ്ലാൻ എന്നാ ഏട്ടത്തി പറഞ്ഞത്. എന്നാലേ താൻ ഫോൺ വെച്ചോ. ഗുഡ് നൈറ്റ്. അപ്പോ ശരിക്കും ഗുഡ് നൈറ്റ്. ശരി. എന്താടി ഇത്ര സന്തോഷം? അവളെന്താ നിന്നോട് പറഞ്ഞത്? വലിയൊരു വിശേഷം അമ്മേ. എന്ത് വിശേഷം? അതൊക്കെ ഞാൻ പറയാം. ഡിയർ മിസ് ഹേർട്ട്, ഇനി മുതലേ ഈ മിസ്
മിസ്സിസ് ആവാൻ പോവാ. മിസ്സിസ് സന്ദീപ്. കാര്യം പറഞ്ഞപ്പോ സന്ദീപിന് വലിയ സന്തോഷായി. എന്ത് കാര്യം? ഗെറ്റ് ടുഗദർ വെച്ചിരിക്കുന്നത് അവന്റെ വിവാഹക്കാര്യം പറയാനാണെന്ന്. ഷോ, പറയണ്ടായിരുന്നു. ആ സമയത്ത് അവൻ അറിയുമ്പോ അവനത് വലിയ സർപ്രൈസ് ആയാനെ. എന്ത് സർപ്രൈസ് എന്ന് പറഞ്ഞാലും മിനിമം ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവരെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ. ഇതിപ്പോ രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിലോ അച്ഛൻ പറയുന്ന ബന്ധം അവന് താല്പര്യമില്ലാത്തതാണെങ്കിലോ? ആ, അതും ശരിയാ. അവനെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കട്ടെ. അയ്യോ, അതെ, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എനിക്ക് വിഷമാവെന്ന് കരുതി സച്ചേണ്ണ തിരുത്തണ്ട. സച്ചേണ്ണ എന്തുദ്ദേശിച്ച് പറഞ്ഞതായാലും പറഞ്ഞത് സത്യം. വിവാഹത്തിന് മുന്നേ പെണ്ണും ചെക്കനും പരസ്പരം അറിഞ്ഞിരിക്കണം, മനസ്സ് തുറന്ന് സംസാരിച്ചിരിക്കണം. ഇവിടിപ്പോ അവർക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ടും മനസ്സിലാക്കിയതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. സച്ചേണ്ണിനി അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ടെന്നേ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി എന്താ ഒരു പക്ഷേ? താൻ നേരത്തെ പറഞ്ഞില്ലേ തന്റെ വലിയൊരു പ്രാർത്ഥനയെക്കുറിച്ചും എനിക്ക് മനസ്സിലാവുമ്പോ അത് ശരിയാവുന്നൊക്കെ. അതെ, പറഞ്ഞു. ശരിക്കും എന്താ പ്രാർത്ഥന? ഗുഡ് നൈറ്റ്. സച്ചി, ഗെറ്റ് ടുഗദർ നാളെ രാത്രി തന്നെ നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. അതച്ചാ നാളെ എന്ന് പറയുമ്പോ? അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ പോയെന്നും പറയാൻ നിൽക്കണ്ട, വിളിച്ചു പറഞ്ഞാൽ മതി. അസൗകര്യമുള്ളവർ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല കാര്യങ്ങൾ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകണ്ട. പിന്നെ നീ തന്നെ എല്ലാം ഓടി നടന്ന് ചെയ്യുമൊന്നും വേണ്ട. ഏതെങ്കിലും ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചാൽ മതി. ശരി അച്ഛാ. ആ അതെ, നാളെ വൈകിട്ട് എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ അതിന്റെ ഏർപ്പാടുകൾ ചെയ്യണം. ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ആ ശരി ശരി. ഇതെന്താ ഇത്രയും സാരി ഒരുമിച്ച് കൊടുക്കാൻ പോകണം താൻ? അല്ല, ഗെറ്റ് ടുഗദർ എപ്പോഴാന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നല്ലൊരു സാരി ഇപ്പോഴേ സെലക്ട് ചെയ്തേക്കാന്ന് വെച്ചു. എന്നാ കേട്ടോ, നാളെ രാത്രിയാണ് പാർട്ടി. നാളെയോ? ദാ ഇപ്പൊ താഴെ വെച്ച് അച്ഛനോട് പറഞ്ഞതാ. അയ്യോ, എങ്കിൽ വേഗം വീട്ടിൽ വിളിച്ച് പറയണമല്ലോ. അല്ലടോ, ഫോണിലൊക്കെ വിളിച്ചു പറഞ്ഞ എങ്ങനെയാ? നമുക്ക് വേണമെങ്കിൽ അവിടെ വരെ പോയി നേരിട്ട് പറഞ്ഞിട്ട് വരാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ വിളിച്ചു പറഞ്ഞോളാം, അവരിങ്ങ് വന്നോളും. ഈശ്വരാ, നാളെ എന്ന് പറയുമ്പോ അപ്പൊ ഇനി എന്തെല്ലാം ചെയ്യാൻ കിടക്കുക? അത്യാവശ്യം ബന്ധുക്കളൊക്കെ അറിയിക്കണ്ടേ? എല്ലാരോടൊന്നും പറയണ്ട, അടുത്ത ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി. ആ, ഇനിയിപ്പോ അതിനുള്ള സമയമല്ലേ ഉള്ളൂ. തനിക്ക് അവന്തികടത്തേക്കാളും എക്സൈറ്റ്മെന്റ് ആണല്ലോ. അതങ്ങനെ തന്നെ വേണമല്ലോ. വേണം വേണം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ താൻ ചെക്കന്റെ വീട്ടുകാരുടെ പക്ഷത്താണോ അതോ പെണ്ണിന്റെയോ? അതിനിപ്പോ എന്താ സംശയം? പെണ്ണിന്റെ തന്നെ. ചെക്കന്റെ വീട്ടുകാരായിട്ട് നിങ്ങൾ കുറെ പേരുണ്ടല്ലോ, പെണ്ണിന്റെ വീട്ടുകാരല്ലേ കുറവ്? നന്ദേട്ടം ഉണ്ടായിരുന്നെങ്കില് എല്ലാത്തിലും ഒരു കാരണവരുടെ മേൽനോട്ടം ഉണ്ടായിരുന്നേനെ. ശരിക്കും പറഞ്ഞ
ഇത് നടന്നു കഴിയുമ്പോൾ ഏട്ടത്തിക്ക് വലിയ സന്തോഷവും. നന്ദേട്ടന്റെ ഏട്ടത്തിയുടെയും ജീവിതം പാതി വഴിയിൽ അവസാനിച്ചു പോയി. എന്റേത് ഇങ്ങനെയായി. ഇനി ആകെയുള്ള പ്രതീക്ഷ സന്ദീപില്ല. അവരുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അനഘയെക്കുറിച്ച് എന്താ തന്റെ അഭിപ്രായം? ചെറിയ കുറുമ്പുകളൊക്കെ കയ്യിലുണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. സന്ദീപും അനഘയെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. സച്ചേട്ടൻ എന്താ പറഞ്ഞേ? പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു എന്ന്. അല്ല, അതല്ല. ആരൊക്കെ തമ്മിലാണെന്നാ പറഞ്ഞേ? സന്ദീപ് അനഘയും. അവര് തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാവാൻ? ഭാര്യ ഭർത്തക്കന്മാരാവുമ്പോ ചെറിയ ചെറിയ പിണക്കവും പരിഭവവും ഒക്കെ കാണുമല്ലോ. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകരുതെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഇല്ല, സന്ദീപും അനഘയും. താൻ എന്താ അർച്ചന? സന്ദീപും അനഘയും തമ്മില് വിവാഹം കഴിക്കുന്നതിനെ പറ്റിയല്ലേ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? ആ, അതൊക്കെ ഗെറ്റ് ടുഗദറിന് അച്ഛൻ തന്നെ പറയും. അതെ. സന്ദീപിന്റെ അനഘയുടെ വിവാഹക്കാര്യം പറയാനല്ലേ ഈ ഗെറ്റ് ടുഗദർ തന്നെ. നാളെയോ? അതെ, നാളെ. നാളെയാണ് നിന്റെ കാത്തിരിപ്പിന്റെ അവസാന ദിവസം. ചേച്ചി എന്തായി പറയുന്നത്? എടി, ഈ ഫാമിലി ഗെറ്റ് ടുഗദർ എന്തിനാന്നാ നീ കരുതുന്നേ? നിന്റെ സന്ദീപിന്റെയും വിവാഹക്കാര്യം എല്ലാരോടും പറയാൻ വേണ്ടിയാ ഈ ഫംഗ്ഷൻ. നാളെ കഴിഞ്ഞ എത്രയും വേഗം ഈ വിവാഹം ഞാൻ നടത്തും. ഇതിനൊക്കെ എങ്ങനെയാ ഞാൻ ചേച്ചിയോട് നന്ദി പറയാ? നന്ദി അത് നീ ഇപ്പൊ പറയണ്ട. ഞാൻ പറയുന്നത് അതേപോലെ അനുസരിച്ചാ മതി. ഇപ്പോ നിനക്കും എനിക്ക് ഈ വീട്ടിലുള്ളത് 2 റൂം മാത്രമാ. അതല്ല നമുക്ക് ആവശ്യം. എല്ലാം നമ്മുടെ കയ്യിലേക്ക് വരണം. നമ്മൾ ഇന്നീ നിൽക്കുന്ന മണ്ണ് മുതൽ കണ്ണെത്താത്തത്രയുള്ള നെല്ലിശ്ശേരി കുടുംബത്തിന്റെ സ്വത്ത് മുഴുവൻ. അതാവണം എന്റെയും നിന്റെയും മുന്നിലുള്ള ലക്ഷ്യം. സത്യം പറയല്ലോ ചേച്ചി, ഈ സ്വത്തുക്കളൊന്നും എനിക്ക് വേണമെന്നില്ല. ഞാൻ ആഗ്രഹിച്ചതും വാശി പിടിച്ചതും സന്ദീപിനെയാ. അതെനിക്ക് കിട്ടാൻ പോകുന്നു. അതിനപ്പുറത്തേക്ക് ചേച്ചി പറയുമ്പോഴാ ഞാൻ ചിന്തിക്കുന്നത് തന്നെ. അത് പോരല്ലോ മോളെ, നീ എന്നെ പോലെ ചിന്തിക്കണം. എന്നിട്ട് അതൊക്കെ നടപ്പിലാക്കുകയും വേണം. അതിനാദ്യം വേണ്ടത് എന്താണെന്നറിയോ നിനക്ക്? നെല്ലിശ്ശേരി തറവാടിന്റെ സ്വത്തുവകകളെ കുറിച്ചൊരു ധാരണ വേണം. സന്ദീപിനെ വിവാഹം കഴിക്കുന്നോടെ നിനക്ക് എന്തൊക്കെ കിട്ടുമെന്ന് മനസ്സിലാക്കി വെക്കുകയും വേണം. മുഴുവൻ സ്വത്തുക്കളിൽ അവകാശികൾ 5. നന്ദേട്ടൻ ഇല്ലാത്തതുകൊണ്ട് 1 ഷെയർ എനിക്ക്. സന്ദീപിന്റെ പേരിലുള്ളത് നിനക്ക്. 10% എടുത്ത് സ്നേഹയുടെ വിവാഹം. സച്ചിക്കും അർച്ചനയ്ക്കും അനന്തരാവകാശികൾ ഇല്ലാത്തതുകൊണ്ട് കാലക്രമേണ അതും നമുക്ക്.
പിന്നെ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന സേതുമാധവന്റെ ഷെയറും നമുക്ക് തന്നെ. ഇതിനൊക്കെ ഒരു അനന്തരാവകാശി കൂടെ ഉണ്ടാവണം. അത് പിറവിയെടുക്കേണ്ടത് നിന്റെ വയറ്റില. ബാക്കിയെല്ലാം ചേച്ചി നോക്കിക്കോളാം. ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നു? പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നുള്ള അവസ്ഥയിലായോ എന്റെ ചേച്ചി? പണമാണ് ഇല്ലാന്നാണോ ചേച്ചി ചിന്തിക്കുന്നത്? വേറെ ആരോടും ഒരു ആത്മാർത്ഥതയില്ലാതെ? മതി. ആത്മാർത്ഥത അത് ഈ വീട്ടിലുള്ള ഒരാളും അർഹിക്കുന്നില്ല. ഞാനും നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് സേതുമാധവൻ എന്ന മനുഷ്യന്റെ കരുണ കൊണ്ടാണെന്നാണോ നീ കരുതുന്നത്? എന്നാലല്ല. ഈ കാണുന്നതെല്ലാം നമുക്കൂടി അവകാശപ്പെട്ടതാ. അതെങ്ങനെയാണെന്ന് സമയവും സന്ദർഭവും വരുമ്പോ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. പിന്നെ പണത്തിന്റെ കാര്യം, അതുണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. ഏതൊരു ബന്ധത്തെ അളക്കാനുള്ള ശക്തി പണം എന്ന 2 അക്ഷരത്തിനുണ്ട്. പണമാണ് സ്നേഹം. അതിന്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചാ എല്ലാ ബന്ധവും നിലനിൽക്കുന്നത്. അത് രക്തബന്ധമായാൽ പോലും. പിന്നെ നമ്മുടെ നാട്ടില് പണത്തിന് വേറൊരു പേരൂടെയുണ്ട്, ചക്രം. അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. സേതുമാധവനിൽ നിന്നും ആ ചക്രം കറങ്ങി നമ്മുടെ കയ്യിലേക്ക് വരണം. ചേച്ചി ചേച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. പക്ഷെ പേടിയല്ല നിന്റെ മുഖത്ത്, പശ്ചാത്താപമാ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിന്റെ പശ്ചാത്താപം. അത് നീ കാര്യാക്കണ്ട. വന്നു ചേരുന്ന സ്വത്തുക്കൾ നിന്റെ ഈ പശ്ചാത്താപം മാറ്റിയെടുക്കും. കൊന്നാൽ പാപം തിന്നാൽ തീരുന്ന് കേട്ടിട്ടില്ലേ? ഇനി അങ്ങോട്ട് ഇവിടെയുള്ളവരുടെ മുഴുവൻ ജാതകം അവന്തിക മാറ്റി എഴുതാൻ പോവാ. എന്റെയും നിന്റെയും തലവരെ മാറ്റി എഴുതിയ അതേ പണം കൊണ്ട് തന്നെ. ആ, മോള് പറഞ്ഞിരുന്നു. വരാൻ സേതോട്ടാ, ഉറപ്പായിട്ടും ഞങ്ങൾ വരും. ആ, മാഷിനോടും പറഞ്ഞേക്കാം. ശരിയെന്ന്. സേതുവേട്ടനാ നാളെ ഉറപ്പായിട്ട് എല്ലാവരും ചെല്ലണമെന്നാ പറഞ്ഞത്. അനൂപിനോട് പറഞ്ഞ അവൻ ദേഷ്യപ്പെടുമെന്ന് ഉറപ്പാ. അത് മാത്രമല്ലല്ലോ, ആതിരയെ അവിടേക്ക് വിടാൻ അനൂപ് സമ്മതിക്കുവോ? ഓരോന്ന് തീരുമ്പോ ഓരോന്ന് വരികയാണല്ലോ ഈശ്വര. മാഷ് പറയുന്നത് നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ മാത്രമാ. ഇതൊന്നും വേറെ ആർക്കും അറിയില്ല. നമ്മളിത് ഒളിക്കും തോറും ഇത് കൂടുതൽ വഷളാകുന്ന എന്റെ മനസ്സ് പറയുന്നത്. നിനക്ക് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ നാളെ നമുക്ക് സന്ദീപിന്റെ ആതിരയുടെയും കാര്യം അവന്തികയോട് സംസാരിച്ചാലോ? ഇതിപ്പോ നമ്മളാരും ചെയ്ത തെറ്റല്ലല്ലോ. അവരുടെ മനസ്സ് ഇഷ്ടം തോന്നി, അതിന് നമുക്ക് എന്ത് ചെയ്യാനാവും? അത് വേണ്ട മാഷേ. മാഷ് പറഞ്ഞതാണ് സത്യാവസ്ഥയെങ്കിലും നമ്മൾ പറയുമ്പോൾ നമ്മളായിട്ടത് തീരുമാനിച്ച് നടത്താൻ തയ്യാറായി പറയുന്നതാണെന്ന് അവർക്ക് തോന്നിയാലോ? നമ്മളോട് മുഖം കറുപ്പിച്ച് അവർക്ക് എന്തെങ്കിലും പറയേണ്ടി വന്നാൽ അത് 2 കൂട്ടർക്കും വിഷമാവും. നമ്മളായിട്ട് എന്തിനാ മാഷ നല്ലൊരു ബന്ധത്തിന് വിള്ളലേൽപ്പിക്കുന്നത്? അത് മാത്രമല്ല, മാഷ് അവന്തിയോട് ഇത് സംസാരിച്ച് അവർക്കിത് താല്പര്യമില്ലെങ്കിൽ അവരുടെ ചെറുക്കനെ അവർ ഏത് വിധേനയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കും. നമ്മുടെ മോളെ പിന്തിരിപ്പിക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. ആ, സന്ദീപ് സേതുവേട്ടനോട് അനുവാദം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞല്ലേ പോയത്. ആതിരെ അവന് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അനുവാദം വാങ്ങി വരട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അനൂപേ, ഒരു കാര്യം പറയാൻ. ഞാൻ പറയാം. നാളെ നെല്ലിശ്ശേരിയിൽ ഒരു കുടുംബസംഗമം നടത്താൻ സേതു തീരുമാനിച്ചു. നമ്മൾ കുടുംബസമേതം ചെല്ലണമെന്ന് സേതു വിളിച്ചു പറഞ്ഞിരുന്നു. എങ്കിൽ പോണം. അച്ഛനും അമ്മയും പോയിട്ട് വന്നാൽ മതി. മീരയും മോളും അവിടെ ഉണ്ടല്ലോ. അതെന്താ, നീയും ആതിരി ഈ കുടുംബത്തിലുള്ളതല്ലേ? ഓ, ഇനി ഞാനും ആതിരയും കൂടി വരണം നിർബന്ധമുണ്ടോ? അത് അനാവശ്യ നിർബന്ധമാണ്. അനൂപും ആതിരയും വരുന്നില്ല. നീ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇവിടെയാ. അവിടെ ആർക്കും ഒന്നും അറിയില്ല. ഇനി നിങ്ങൾ വരാതിരുന്നിട്ട് എല്ലാവരും അറിയിക്കാനാണോ ഭാവം?
ആദരയും കൂട്ടി അവിടെ പോയിട്ട് അവനും അവൾക്ക് വീണ്ടും സൗകര്യം ചെയ്തു കൊടുക്കാനാണോ അച്ഛന്റെ അമ്മയുടെ ഭാവം? വായി കിടക്കുന്ന നാക്ക് തിരിക്കുന്നതിന് മുമ്പ് മുന്നിൽ ആരൊക്കെയാ നിൽക്കുന്നുള്ള ബോധം ഉണ്ടാവണം. മാഷെ വേണ്ട. ഇത് ഞാൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. നീ ശ്രദ്ധിച്ചോ, നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി നിന്റെ അമ്മ പോലും ഭയപ്പെടുന്നു. അങ്ങനെ പെറ്റമ്മ പോലും ഭയക്കുന്ന രീതിയിലാ നിന്റെ പ്രവൃത്തിയും സംസാരവും. അതോ നീ ഇനി എല്ലാവരെയും ഭയപ്പെടുത്തി നിന്റെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്? ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നാളെ ഞങ്ങൾ നെല്ലിശ്ശേരിയിലേക്ക് പോകും. നീ വരുന്നില്ല, വരണ്ട. ഞങ്ങൾ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം. ഞങ്ങളുടെ കൂടെ ആതിര ഉണ്ടാവും.